ആരെയും അദ്ദേഹം നിരാശപ്പെടുത്താറില്ല. ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമ, ഒരു വലിയ മനുഷ്യസ്നേഹി. ഓർമ്മകളിൽ അദ്ദേഹം ജീവിക്കുകയാണ്. അനേകായിരം പേരുടെ ഓർമ്മകൾ ജീവിക്കുക. പ്രേം നസീർ സാറിൻ്റെ വീടാണേ. അകത്തേക്ക് പ്രവേശനമില്ല, എന്തോ പണി നടക്കുകയാണ്. ഇവിടെ ആരോ ഉണ്ട്, തുറന്നിട്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് കയറാൻ പറ്റും. നസീർ സാറിനെ കുറിച്ച് നമുക്ക് അയൽവക്കക്കാരോട് ചോദിക്കാം. ഇവിടെ അയൽവക്കത്ത് ഇൻറ്റിമേറ്റ് ഫണ്ടുണ്ട്, ആ സാറിനോട് നമുക്ക് ചോദിക്കാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ വീടാണ്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞിട്ട്? എൻ്റെ പേര് ശശി എന്നാണ്. ഞാൻ എൻ്റെ വീട് മുറ്റത്താണ് നിന്ന് സംസാരിക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഈ നമ്മുടെ നസീർ സാറിൻ്റെ വീടാണ്. നസീർ സാറിൻ്റെ സുഹൃത്തും അയൽവക്കക്കാരനുമാണ്, ഏറ്റവും അടുത്ത അയൽവാസിയാണ്. എൻ്റെ സഹോദരിമാരുടെ വിവാഹത്തിനൊക്കെ ഈ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെയൊക്കെ നേരിട്ട് കാണാനും സംസാരിക്കുവാനും കുറേ സമയം പങ്കിടുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലെ തൊട്ട് മതിൽ കടന്ന ആ കോമ്പൗണ്ടിലാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ കൂന്തള്ളൂർ എന്ന പേരിലൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്. അതിന്നറിയപ്പെടുന്നത് പ്രേം നസീർ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. ഞാൻ 15 വർഷം ഈ സ്കൂളിലെ ശാസ്ത്രാധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി. പ്രേം നസീർ 1989 ജനുവരി 16 അന്തരിക്കുമ്പോൾ ഞാൻ പാലക്കാട് ജില്ലയിൽ ജോലി ചെയ്തിരുന്നെങ്കിലും മരണവാർത്ത അറിഞ്ഞ ഉടനെ ഇവിടെ എത്തി. മദിരാശിയിൽ നിന്ന് ഭൗതിക ശരീരം ഈ കാണുന്ന വീട്ടിൽ കൊണ്ടുവരികയും തൊട്ടടുത്ത കാട്ടുമുറാക്കൽ ജമാഅത്ത് ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുകയാണ് പ്രേം നസീർ. ഒരു വലിയ മനുഷ്യസ്നേഹി, ഒരു കലാകാരൻ എന്നതിലുപരി പത്മഭൂഷൺ നൽകി സർക്കാർ ആദരിച്ചു എന്നുള്ളതിലുപരി ഒരു വലിയ ഹൃദയത്തിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരം മേരിലാൻഡ് സ്റ്റുഡിയോയിൽ നിന്നും ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഈ വീട്ടിലെത്തിയാൽ ഇവിടെ പിന്നെ ജനപ്രവാഹമാണ്. ബുദ്ധിമുട്ടുന്നവർ, സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, പെൺകുട്ടികളെ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണം അയക്കാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത മാതാപിതാക്കൾ, പൊതു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാർ, ക്ഷേത്ര മുസ്ലിം ആരാധനാലയമായിരുന്നാലും ഹൈന്ദവ ആരാധനാലയമായിരുന്നാലും അവരെല്ലാം കാര്യങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് വേണ്ടി എത്തുക. ഞാൻ ഈ പറഞ്ഞ സ്കൂളിൻ്റെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ ഭാരവാഹികൾ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചെത്തുക. ഇങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രവാഹമാണ്. ആരെയും അദ്ദേഹം നിരാശപ്പെടുത്താറില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ വന്ന് കഷ്ടതകൾ പറയുമ്പോൾ പ്രേം നസീർ തൻ്റെ അളിയൻ ശ്രീ ലത്തീഫിനെ വിളിച്ച് പറയും, ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്താൽ ഞാൻ വീട്ടിലിരുന്ന് തയ്ച്ചോളാം എന്ന് പറഞ്ഞു. ചിലർക്ക് നെയ്ത്ത് ശാലകൾ നടത്തുന്നതിന് കൈത്തറി ഉപകരണങ്ങൾ തരുന്നതിന് സഹായം നൽകുക. ഇങ്ങനെ ചിലർക്ക് പശുവിനെ വാങ്ങുവാൻ സഹായിക്കുക, ആടിനെ വാങ്ങിക്കാൻ സഹായിക്കുക. ഇങ്ങനെ കഷ്ടത അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടേറെ പേർ ഞാൻ എൻ്റെ ഇന്നലെ പോലെ ഞാൻ ഓർക്കുകയാണ് ഇത്തരം മുഹൂർത്തങ്ങളൊക്കെ. ഇങ്ങനെ പല ആവശ്യങ്ങളുമായി വരുന്ന സാധാരണക്കാരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും ഒരിക്കലും പ്രേം നസീർ നിരാശരായി മുടക്കാറില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്നത്. ആരാധനാലയങ്ങളിൽ നാർക്കര ക്ഷേത്രത്തിൽ ഒരു ആനയെ വാങ്ങിച്ച് നടക്കുന്നു. തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഈ പറഞ്ഞ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന കാട്ടുമുറാക്കൽ ഖബർസ്ഥാനിൽ ഒരു 10-20 ഏക്കർ സ്ഥലമുള്ള ആ പള്ളി
കാമ്പൗണ്ട് മുഴുവൻ ചുറ്റുമതിൽ കെട്ടുവാനും ഒരു കമാനം തീർക്കുവാനും അദ്ദേഹം സാമ്പത്തിക സഹായം ഇങ്ങനെ ചെറുതും വലുതുമായ അനവധി സാമ്പത്തിക സഹായങ്ങൾ പ്രൈം മിനിസ്റ്ററിൽ നിന്നുണ്ടായിട്ടുണ്ട്. വളരെ വലിയൊരു നഷ്ടമാണ് നമ്മുടെ കലാരംഗത്തിനും നമ്മുടെ നാടിനും ഒക്കെ പ്രൈം മിനിസ്റ്ററിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർമ്മകളിൽ അദ്ദേഹം ജീവിക്കുകയാണ്, അനേകായിരം പേരുടെ ഓർമ്മകളിൽ ജീവിക്കുക. കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരവും അതിനപ്പുറവും ചെന്നൈ പട്ടണത്തിൽ നിന്ന് പോലും അറിഞ്ഞു കേട്ട് ജനങ്ങൾ ഓടിയെത്താറുണ്ട്. ഇപ്പോഴും ഈ പ്രൈം മിനിസ്റ്ററിൻ്റെ വീട് ചിറയൻകീഴിലെ വീടൊന്ന് കാണുക. വീടിപ്പോൾ കുറച്ച് മരാമത്ത് പണികൾ നടക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിലും മലപ്പുറം, കോഴിക്കോട്, ആലുവ, പാലക്കാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പ്രൈം മിനിസ്റ്ററിൻ്റെ ആരാധകർ ഇന്നും നെഞ്ചിലേറ്റി മനസ്സിലേറ്റുന്ന ധാരാളം മലയാളികൾ പ്രൈം മിനിസ്റ്ററിനെ ഓർക്കുന്നവർ ഇവിടെ എത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ മന്ദിരം ഒന്ന് കണ്ടു മടങ്ങാനും അതേപോലെ തന്നെ കാട്ടുമറാക്കൽ ഖബർസ്ഥാനിൽ ചെന്ന് ഖബറിടം കണ്ടു ഉണങ്ങാനുമൊക്കെ അനേകം പേർ എത്താറുണ്ട്, ചിറയിലെത്താറുണ്ട്. സാറേ, അന്ന് ഈ വീടേ ഉള്ളൂ ഇവിടെ ഏറ്റവും വലിയ വീടല്ലേ? ഇത് പകുതിയേ ഉണ്ടായിരുന്നുണ്ട്. ഇത് ഒരു 65 വർഷം എൻ്റെ കുട്ടിക്കാലത്താണിത് 2 നിലയാക്കി പണിത്. അത് ഒത്തിരിയും ഈട്ടിത്തരിയാണ്. സിനിമാന്മാരൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരെയും ചിലരൊക്കെ വേഷം ധരിച്ച് വരെയും ഇവിടെ സിനിമാ നടികളും നടന്മാരും ഒക്കെ ഇവിടെ വന്ന് കാറിലിറങ്ങി അകത്ത് കയറി ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിഞ്ഞിരുന്നാറുണ്ട്. ചിലരൊക്കെ ഇവിടെ തങ്ങാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരിയാണ് വീട്ടിൽ ഇപ്പോഴ് താമസിച്ചു വരുന്നത്. അവരും തൊട്ടടുത്തേക്ക് മാറിയതിൻ്റെ മരാമത്ത് കാരണം. അപ്പോൾ സാറ് ഇത്രയും, നിങ്ങളുടെ പേര്? എൻ്റെ പേര് ഷിംനാസ് എന്നാണ്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ഷിംനാസ് വ്യൂസ്. ഞാൻ ഇതിൻ്റെ മരാമത്ത് പണിയിൽ കൂടെയൊക്കെ ഏർപ്പെട്ട് നിന്നിരുന്ന ആളാണ്. പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ, ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴുണ്ട് സാധനം? ഇല്ല, ഇപ്പോഴൊക്കെ മാറ്റി. അതുകൊണ്ട് ഈ ചാവി ഞാൻ വാങ്ങിച്ചു വെക്കാറില്ല. ഈ വിലപിടിപ്പുള്ള എന്താ സാധനം? അല്ല, അദ്ദേഹത്തിൻ്റെ മൊമെൻറ്റംസ്, അദ്ദേഹത്തിന് ഒരുപാട് അതൊക്കെ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഇപ്പോഴത്തെ ഓണറുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മാറ്റിയിട്ടില്ല. അപ്പോൾ സാറിൻ്റെ ഞാൻ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. നമ്പർ ഇത് മകൻ്റെ മകൻ. എന്തായാലും ഇത്രയും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ധ്രുവ് കാർത്തിക്. ഇവൻ്റെ കൂടെ ഒരാളിവിടെ ഉണ്ട്, ദക്ഷ് കാർത്തിക്. ഇരട്ടയാണ്. കരയായിരുന്നത് വലിയ കാര്യം. അതന്നെ പുള്ളി ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സാറ് ഇത്രയും എന്നോട് പറഞ്ഞത് വളരെ, ഞാൻ ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഞാൻ 122 കിലോമീറ്റർ ദൂരം വരും. മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ മരുമകൾ മുതൽ ധ്വനി വരെ 725 സിനിമകളിൽ അഭിനയിച്ച് 1989 ജനുവരി 16 നമ്മയെല്ലാം കണ്ണീരിലാഴ്ത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. വീടിനോട് ചേർന്ന ചിറയൻകീഴ് കാട്ടുമുരയ്ക്കൽ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു.